ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് റവ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബൗളിന് ഒരു 1/4 ഭാഗത്തോളം റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറക്കാത്തതോ ആയ റവ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. കടലമാവ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കടലമാവ് ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ റവ മാത്രം മതി. ഇനി വേണ്ടത് കുറച്ച് തൈരാണ്. 1 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തൈര് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മോര് പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ ഇനിയും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതെ ഈ ഒരു രീതിയിൽ ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാൻ കുറച്ച് സവാള ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സവാളയും അതിൻ്റെ പകുതി സവാളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് സവാളയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് വേറിട്ട് നമുക്ക് വിട്ട് കിട്ടും. ഇനി ഈ സവാള ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പിലയെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല എരിവായിരിക്കും. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ റവയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചുകൂടി ലൂസായിട്ട് നമ്മൾ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്ത മാവും കൂടി നല്ലതുപോലെ ഈ സവാളയിലും പച്ചമുളകിലും ഒക്കെ പിടിക്കുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ട ഇത് ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനേ. ഇനി ഇത് ചെറുതായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പതുക്കെ ഇത് ഇളക്കി ചേർത്തിട്ട് മാവ് എല്ലാം നല്ലതുപോലെ ഒന്ന് വേവുന്ന രീതിയിൽ ഇളക്കി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കും തോറും നല്ല ടൈറ്റായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഈ മസാലകളും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നമ്മളിത് ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണവുമാണ് ഇത് ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പോൾ അതാണ്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. തണുത്ത ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് തണുക്കുന്നതിന് വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലൊന്നും തടവാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ നല്ലതുപോലെ എണ്ണയിൽ വഴറ്റി എടുത്തിട്ടുള്ളതാണ്. ഈ സമയം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് നല്ല മാവായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം.
ഇനി കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് വലുതുമായി പോകരുത്, അതുപോലെ ഒരുപാട് ചെറുതുമായി പോകരുത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ ഈ ഒരു ഷേപ്പിലും ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് അമർത്തി കൊടുത്താൽ മതി. രണ്ട് സൈഡും ഇതേ രീതിയിലൊന്ന് അമർത്തി കൊടുക്കാമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാൻ കൂടുതലും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്ത ശേഷം കുറേ നേരം നമ്മളിതുപോലെ വെച്ചേക്കരുത് കേട്ടോ, ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇനി നമുക്കിത് ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ട് അകം വേവാതെ ഇരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. റവയൊക്കെ ഒന്ന് തണുത്ത് വരുന്ന ആ ഒരു സമയം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നേരത്തെ റൗണ്ട് ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 4 എണ്ണം മാത്രമേ ഞാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. വൈകിട്ടൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ അതും നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതും കൂടെ കോരി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് അകമൊക്കെ നല്ലതുപോലെ വെന്ത് ആ ഉഴുന്നുവടയുടെയൊക്കെ ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.